കോഴിക്കോട് നിന്ന് വരാണ്. പൊതുവെ എറണാകുളത്ത് നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെ കിട്ടാൻ വളരെ റെയർ ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നല്ല ചായക്കടയുടെ ഫ്രണ്ടില് നല്ല തിരക്കൊക്കെ കണ്ടിട്ട് നമ്മൾ കയറിയതാണ്. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ സ്പ്രിംഗ് റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്സും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി 1 പ്ലേറ്റ് സ്നാക്സ് കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്ലേറ്റ് ആണ്. വേറെ പഴംപൊരി ആണെങ്കിലും കട്ട്ലേറ്റും സ്പ്രിംഗ് റോളും ഒക്കെ കുറച്ച് വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കോഫി ആണെങ്കിലും അടിപൊളി കോഫിയാണ്. ഓൾറെഡി ഇത് രണ്ടാമത്തെ ക്ലാസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. മൊത്തത്തിൽ സൂപ്പറാണ്. ഹായ് ഓൾ, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് ലിറ്റിൽ ഷെഫിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ തങ്കച്ച സാറാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് നമ്മുടെ ലിറ്റിൽ ഷെഫിൻ്റെ ഡീറ്റെയിൽസ്, കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് സർ. സർ എപ്പോഴാണ് ഈ ലിറ്റിൽ ഷെഫ് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാൻഡപ്പ് കരിയർ സ്റ്റാർട്ട് ചെയ്തതൊക്കെ അത് ഏത് ഇയറാണെന്ന് ഞാൻ നോക്കില്ല. ഇപ്പോൾ 13 വർഷമായി. 13 വർഷമായിട്ട് ഹോട്ടൽ അല്ല, ഇത് ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. അതിക്ക് മുന്നേ ഞാൻ ഒരു ഇപ്പോൾ ഞാൻ ടോട്ടലി ഈ ഫീൽഡിലേക്ക് ഞാൻ 67 വർഷമായി. മറ്റുള്ള ഹോട്ടലുകളിൽ മാനേജർമാരായിരുന്നു ഞാൻ. കുറെ അധികം ഹോട്ടലുകളിലുണ്ടായിരുന്നു. പുറത്ത് ഞാൻ 12 കൊല്ലത്തോളം വിദേശത്തായിരുന്നു. അവിടെയും ഇത് തന്നെ ഫീൽഡായിരുന്നു. ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടല്ലേ? സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് അതിന്റെ ഓണർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് എൻ്റെ മകനാണ് അതിന്റെ ആസൂത്രികൻ. അതായത് പുള്ളിയായിട്ടാണ് ഇത് തുടങ്ങാൻ കാരണം. പുള്ളി ഒരു ഹോട്ടൽ മാനേജറായിരുന്നു. അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് അവൻ ആഗ്രഹം. അങ്ങനെ അവൻ തുടങ്ങി. ഞാൻ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി. ഓക്കെ. അപ്പൊ സാറാണ് അതിന്റെ ചുക്കാൻ പിടിക്കണം അല്ലേ? ഓക്കെ. സാറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് കൊണ്ടാണ് അവർക്കൊരു ധൈര്യം കിട്ടുന്നത്. ഓക്കെ. ഇപ്പോൾ ലിറ്റിൽ ഷെഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് 13 വർഷമായല്ലോ. അപ്പോൾ 13 വർഷം ഈ അപ്പച്ചന് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ നേരത്തെ ജോലി ചെയ്യുന്നിടത്തും ഈ സ്ഥാപനം എൻ്റെ സ്വന്തമാണെന്നുള്ള എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു പ്രത്യേകത ഞാൻ ഇപ്പോഴും കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഞാനും അവിടെയും പെരുമാറിയിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ ഡീൽ ചെയ്യണം. പക്ഷേ എൻ്റെ ഒരു സ്ഥാപനമാണ് എന്നുള്ളൊരു അഹങ്കാരമോ അങ്ങനെ ഒന്നുമില്ല. കാരണം എല്ലാവരുടെയും വിചാരം ഞാൻ ഈ നാട്ടുകാരനാണെന്നാണ്. അതുപോലെ ഞാൻ ആ കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ ഫാമിലി കംപ്ലീറ്റ് അതുപോലെയാണ് മൂവ് ചെയ്യണത്. ഇപ്പം സ്പെഷ്യൽ ഫുഡിന്റെ കാര്യമൊക്കെ സംസാരിച്ചല്ലോ. ഇനിയിപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്ന് രാവിലെ ഒരു 7 o'clock സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഇഡ്ഡലി ഉണ്ടാവും, ഉഴുന്നുവട ഉണ്ടാവും, പിന്നെ ഇടിയപ്പം ഉണ്ടാവും, പുട്ടുകളുണ്ടാവും. പുട്ട് 5 ടൈപ്പ് പുട്ടുകൾ ഇപ്പം ഞങ്ങളുണ്ട്. 6 ഉണ്ടായിരുന്നു, ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പം ആ പുട്ടുകളുണ്ടാവും. ഒന്ന് നോർമൽ റൈസ്, ഒന്ന് ചെമ്പരി, ഒന്ന് റാഗി, ഒന്ന് ബീറ്റ്, ഒന്ന് കപ്പ. അങ്ങനെ ഇപ്പം 5 തരിസ് പുട്ടുകളുണ്ട്. പിന്നെ ഇടിയപ്പം, പാലപ്പം, വെള്ളയപ്പം, ഇതൊക്കെ റെഡിയാണ്. അതുപോലെ കറികൾ, അതിന് പറ്റിയ കറികളുണ്ട്. അതായത് മുട്ട റോസ്റ്റ്, പിന്നെ ഗ്രീൻ പീസ്, ചെറുപയർ, കടലക്കറി, ചന മസാല എന്ന് പറഞ്ഞിട്ട് വൈറ്റ് കടല, പിന്നെ ബീഫ് ഇഷ്ടു, ചിക്കൻ ഇഷ്ടു, വെജിറ്റബിൾ ഇഷ്ടു. ഇത്രയും സാധനങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതായത് ഇപ്പൊ ഞങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്ക് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള ഇത് 11:30 ആകുമ്പോഴേക്കും ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചപ്പാത്തി, പൊറോട്ട, ഇത്ര ഐറ്റംസ് ലഞ്ച് ടൈമിൽ ഓടിക്കാൻ പറ്റും. ഈവനിങ്ങിൽ ഇത് പിന്നെ ഒരു കുറേ സ്നാക്സ് ഉണ്ട്. അതായത് ഉണ്ടംപൊരി, ആലു ബോണ്ട, മീറ്റ് ബോണ്ട, മീറ്റ് കട്ട്ലേറ്റ്സ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചിക്കൻ, ബീഫ്, ഫിഷ്, വെജിറ്റബിൾ, അങ്ങനെ അത്രയും കട്ട്ലേറ്റ്സ് തന്നെ ഉണ്ട്. പിന്നെ റോൾസ് ഉണ്ട്, സ്പ്രിംഗ് റോൾസ്, വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഉണ്ട്. പിന്നെ സമൂസ ഉണ്ട്, ചിക്കൻ സമൂസ, വെജിറ്റബിൾ സമൂസ. ഇത്രയും കാര്യങ്ങൾ ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ട്
വരുമ്പോഴേക്കും ഒരു 3:30 മണി കഴിയുമ്പോഴേക്കും ഈ ലഞ്ച് ടൈം കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ എല്ലാ ഫുഡും റെഡി ആയിരിക്കും. ഈ സ്നാക്സ് ഒക്കെ ഉള്ളവരൊക്കെ തിരിച്ചു വരികയും ചെയ്യും. സാർ ഇപ്പോൾ ലിറ്റിൽ ഷെഫിൽ ഞാൻ പറഞ്ഞല്ലോ സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? അതായത് ഞാൻ പെട്ടെന്ന് ഫീൽ ചെയ്യാറുണ്ട്. പരിപ്പുവട കഴിച്ചിട്ട് ഒരാൾ പറയുന്നത് നല്ല ടേസ്റ്റാണ്, ഞാൻ പുറത്തോട്ട് കഴിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടില്ല, ഇതെന്താ ഇതിങ്ങനെ? ഞാൻ പറഞ്ഞു അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ഞങ്ങളുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. അങ്ങനെ കസ്റ്റമേഴ്സ് തന്നെ ഇങ്ങോട്ട് പറയും, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഫുഡാണ് എന്നൊക്കെ പറയും. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ, ഇപ്പം സാറ് തന്നെ ഒരുപാട് വർഷങ്ങളായി ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്, അതുപോലെ തന്നെ ഹാപ്പി കസ്റ്റമേഴ്സ്, പിന്നെയും ക്ലയൻറ്റ്സ് നമ്മുടെ അടുത്തിട്ട് വരിക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരിക എന്ന് പറയുന്ന ഒരു നല്ല ബിസിനസ്സുകാരൻ്റെ ഒരു പോയിൻ്റാണ്, അതായത് ഒരു മോട്ടീവായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ സാറിന് ഇപ്പം എന്താ പറയാനുള്ള, ഒരു നല്ല ബിസിനസ്സുകാരൻ എങ്ങനെ ആയിരിക്കണം എന്നാണ്? അതായത് എനിക്കിപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എൻ്റെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എനിക്ക് തോന്നുന്നത്. ഞാനതൊരു പ്രത്യേകിച്ച് അവർ ഒരു ഇത് തോന്നുന്നില്ല. അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് എല്ലാവരും അപ്പച്ചാന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്തുട്ടോ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ഡീലിങ്സാണ്. കസ്റ്റമേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അപ്പച്ചൻ്റെ മുഖത്തൊരു ചിരി വന്നു. അതായത് അപ്പച്ചന് കസ്റ്റമേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴാണ് കൂടുതൽ സന്തോഷമാവുമെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, കസ്റ്റമേഴ്സിനെ എല്ലാവരെയും സ്വന്തം കുടുംബം പോലെയാണ് അപ്പച്ചൻ. ഇനിയിപ്പോൾ അപ്പച്ചൻ എന്താണ് ലിറ്റിൽ ഷെഫിൻ്റെ കസ്റ്റമേഴ്സിനോടും, അതുപോലെ അപ്പച്ചനെ അപ്പച്ചൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരോടും, ഇനി ഇത് കണ്ടിട്ട് കസ്റ്റമേഴ്സായിട്ട് വരാൻ പോകുന്നവരോടൊക്കെ പറയാനുള്ളത്? ഒരു കസ്റ്റമർ കടയിലേക്ക് വരുമ്പോൾ നമ്മളവരെ കാണണം, നമ്മൾ അവർ മനസ്സിലാക്കണം ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫേസിന് ഒരു സ്മൈലിങ് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ അവരോട് അടുക്കുന്നതെന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളോട് കൂടുതൽ അടുക്കാൻ തോന്നും. അപ്പോൾ ഓർഡർ ചെയ്യാനും കഴിക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര നല്ല ഇതായിരിക്കും. അതാണ് ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനുള്ള ഏറ്റവും വലിയ മെച്ചം. അതായത് ഇപ്പോൾ ലിറ്റിൽ ഷെഫിൽ നിന്ന് തന്നെയല്ല, മറ്റുള്ള സ്ഥലത്തു നിന്നും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, ആരോഗ്യവാന്മാരായിരിക്കുക. പിന്നെ ഞങ്ങൾ ഫ്രോസൺ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കില്ല, എല്ലാം ഫ്രഷ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഫ്രഷ് മീറ്റാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കട്ട്ലേറ്റ്സിനൊക്കെ വലിയ അതുപോലെ തന്നെ ആ ബീഫ് കൊണ്ട് ഉണ്ടാക്കുന്ന കറികളും ഒക്കെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷെഫുമാരാണ്. ഞാൻ മറ്റുള്ള ഹോട്ടലുകളിലുണ്ടായിരുന്നപ്പോൾ എൻ്റെയും എൻ്റെ മകൻ്റെയും കൂടെ ഉണ്ടായിട്ടുള്ള ഷെഫുമാരാണ് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ എന്താ സ്പെഷ്യലായിട്ട് അവിടെ എന്താ നമുക്ക് ഉള്ളത്? മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആഴ്ച തോറും ചില സ്പെഷ്യൽ ഡിഷസ് ഇറക്കും. സീ ഫുഡ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ എല്ലായിടത്തും ഒന്നും കിട്ടില്ല. പിന്നെ ഇപ്പം മാഡം പറഞ്ഞ പോലെ പിന്നെ കപ്പ ബിരിയാണി, കപ്പ കൂട്ട്, അത് ആക്ച്വലി അത് കപ്പ ഉരച്ചുണ്ടാക്കുന്നതാണ്, അല്ലാതെ ഫ്ലവറല്ല. ഫ്ലവർ കൊണ്ട് ഉപയോഗിച്ചാൽ പൊടി ഉണ്ടാക്കിയാൽ അത് ഹാർഡായിരിക്കും. ഇത് അതല്ല, ഉരച്ച് അതിൻ്റെ കട്ടെല്ലാം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും ചേർക്കും. പിന്നെ അതിൻ്റെ മസാലകളുണ്ട്, അതായത് ഗ്രീൻ ചില്ലി, കറി ലീഫ്, ജിഞ്ചർ, ഇതെല്ലാം കൂടെ അരച്ച് ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ നേരെ എരിവും കിട്ടും. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടിയാണ് അത് കപ്പപ്പുട്ട് എന്ന് പറയുന്നത്. നല്ല ഒരു മീൻസ് ആവിയിൽ ആക്കുന്നതായതുകൊണ്ട് തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ആണല്ലോ നമുക്ക് എല്ലാവർക്കും. ഒന്നും പിന്നെ ബാക്കി വരില്ല, അത് ബാക്കി വന്നാൽ നേരെ വീട്ടിലോട്ട് കൊണ്ടുവരും. അത് വല്ല ഗസ്റ്റിന് വല്ല പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കും. ഞങ്ങൾ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെയാണ്. എല്ലാ ദിവസവും രാവിലെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഫ്രഷ് ഫുഡാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത. പിന്നെ അപ്രോച്ച്, ഇപ്പം സാറിന്റെ ആണെന്നുണ്ടെങ്കിൽ സാറിന്റെ ഫാമിലിയുടെ ആണെങ്കിൽ കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതൊരു ഫാമിലി പോലെയാണ് അല്ലേ? അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഉള്ളതാ. കാരണം ഇപ്പൊ എൻ്റെ മകനാണെങ്കിലും ഒരു ഹോട്ടൽ മാനേജറായിരുന്നു, അവനും കസീനോ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞാനാണെങ്കിലും അതുപോലെ തന്നെ കസീനോയിൽ തേർന്ന് പഠിച്ച് ഈ നിലയിലായതാ. അപ്പം ഇപ്പൊ സാറിന് എങ്ങനെയാ മോർണിംഗ് ഇവിടെ വരുമ്പോ തൊട്ട് എങ്ങനെയായിരിക്കും സാറിന്റെ ഒരു റൊട്ടീൻ? വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷം, അതായത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ചിന്തയൊന്നുമില്ല.
വരുന്ന കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക, അവർക്ക് വേണ്ടത് കൊടുക്കുക. ഡെയിലി കസ്റ്റമേഴ്സ് ഉണ്ടോ? അതായത് ഡെയിലി എന്നും വന്നു പോകുന്നവർ തന്നെ സ്ഥിരമായിട്ട് വരുന്ന ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരും കുട്ടികളും ഒക്കെ വരുന്നത്. പിന്നെ ഈവനിങ് ആവുമ്പോ എങ്ങനെയാ? ഈവനിങ് ടീ ടൈമിൽ എങ്ങനെയാ? ടീ ടൈമിൽ നല്ല റഷ് ആയിരിക്കും. അതായത് പാർസൽ ധാരാളം പോകും. പാർസൽസ് അല്ലേ? റേറ്റ് ഒക്കെ എങ്ങനെയാ സാർ വരുന്നത്? റേറ്റ് വാസ്തവത്തിൽ വളരെ റീസണബിൾ ആണ്. വേറെ ആർക്കും ഇപ്പൊ ഞാൻ പഠിച്ചേക്കണ അനുസരിച്ച് ഇത് പോരാ റേറ്റ്. പക്ഷേ ഞാനത് ഒന്നും പറയില്ല. കാരണം എന്താ പറയുക വെച്ചാൽ മകനറിയാം, അവനതനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് അത് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ കോസ്റ്റിംഗ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഞാൻ ചെയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴേക്കും ആ കോസ്റ്റിങ് കുറേ കൂടി വ്യത്യാസം വരും. പക്ഷെ എന്നാലും ഞാനത് മാനേജ് ചെയ്ത് പോകും. തീർച്ചയായിട്ടും അവിടുത്തെ എന്താ പറയാ, അവിടെ സാധാരണക്കാർക്കും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണല്ലോ എല്ലാം. ഇപ്പൊ ഒരു നേരത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരുപാട് പൈസ ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുടുംബം പോലെയാണ്. അപ്പച്ചനും ഫാമിലിയും എല്ലാവരും. ഇവരുടെ അപ്രോച്ച് ആണെങ്കിൽ ആ രീതിയിലാണ്. പിന്നെ ഫുഡ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഹെൽത്തി ഫുഡാണ് അവിടുത്തെ. എല്ലാം ആണെന്നുണ്ടെങ്കിലും ഹെൽത്തി ഫുഡാണ് അവിടെ തരുന്നത്. ആ ഒരു രീതിയിലുള്ള എന്താ പറയുക, എല്ലാ ക്വാളിറ്റിയോടും കൂടിയാണ് നമുക്ക് ആ ഫുഡും അവർ സെർവ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഈ ബുധൻ വെള്ളി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കും. അതെല്ലാ ആഴ്ചയിലും ഉണ്ടാവില്ല. വെള്ളി ബുധൻ അതെ. അതായത് ആ ടൈമിൽ ഒരു സ്പെഷ്യൽ ഡിഷ് ഇറക്കും. അപ്പൊ അതിനു വേണ്ടി ആൾക്കാർ വരും. അതെന്താ സ്പെഷ്യൽ? ഒന്നിൽ സീ ഫുഡ് ആയിരിക്കും. പിന്നെ കറികളിൽ തന്നെ ഇപ്പൊ കോഴി വറുത്തരച്ച കറി, അത് നാടൻ കോഴി വറുത്തരച്ചത് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വയ്ക്കുമ്പോൾ ആൾക്കാർക്ക് അത് വലിയ തൃപ്തിയാണ്. അങ്ങനെ ബട്ടർ ചിക്കൻ ഇങ്ങനെയുള്ളത്. പക്ഷെ മറ്റുള്ള ഹോട്ടലുകളിലും സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇതിലുമൊക്കെ വ്യത്യസ്തപ്പെട്ട ഡിഷസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഫോളോ ചെയ്യാനായിട്ട് പറ്റണില്ല. സാധാരണക്കാരന് കഴിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ മാത്രമല്ല, നമുക്കൊരു ഡിഫറെന്റ് യൂണീക്ക് ആയിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആൾക്കാർ ഏറ്റെടുക്കും. ഓക്കെ. പിന്നെ ഇപ്പം സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞത് ഇപ്പം ആഴ്ചയിൽ 2 തവണയുള്ളത് സീ ഫുഡ് ബിരിയാണി. അത് 2 ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സീസണിൽ സീ ഫുഡിന് വലിയ വ്യത്യാസമൊക്കെ വന്നു കാരണം അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷെ അതും കൂടെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഡിഫറെന്റ് ടൈപ്സിലെ റൈസ് ഒക്കെ ഉണ്ടാവും. അതായത് പുലാവ് റൈസ് വിത്ത് ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും ആൾക്കാർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ്. കോംബോ പോലെ. സ്റ്റീം ചെയ്ത ഐറ്റംസ് ഉണ്ട്. അതായത് കൊഴുക്കട്ട, പിന്നെ റൈസ് ഉണ്ട. അതായത് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ സ്കൂളിൽ നിന്നൊക്കെ അമ്മ വരുമ്പോഴേക്കും അമ്മ ഉണ്ടാക്കി തരുന്ന അത് ഉണ്ട്. പിന്നെ വട്ടയപ്പം ഉണ്ട്, കിണ്ണത്തപ്പം ഉണ്ട്. ഇത്രയും ഐറ്റംസ് സ്റ്റീം ഇത് ഏറ്റവും കൂടുതൽ പഴംപൊരിയാണ്. അത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള പഴമുണ്ടായും. റീസണബിൾ റേറ്റുമാണ്. നല്ല കാഴ്ചക്കും കഴിക്കാനും ഉണ്ടാവും. അത് വൈകുന്നേരം ഒരു 3:30 മണി കഴിയുമ്പോൾ നല്ല പാർസൽ ഓർഡറാണ്. നല്ല തിരക്കായിരിക്കും. അവർ തന്നെ ഇങ്ങോട്ട് കഴിച്ചത് ബില്ല് അവർ പറയുമ്പോൾ നമ്മളങ്ങോട്ട് സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ആ രീതിയാണ്. പക്ഷെ എല്ലാവർക്കും സത്യസന്ധമായിട്ടാണ് എല്ലാവരും പോകുന്നത്. കാരണം ഞങ്ങളോടുള്ള ആ അപ്രോച്ച്, ഞങ്ങൾ അവരോടുള്ള ഇതുകൊണ്ടും സ്നേഹബന്ധമുണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഇത്ര നേരം നമ്മുടെ കൂടെ സമയം ചെലവഴിച്ച നമ്മുടെ തങ്കച്ച സാറിന് ഡ്രീം മീഡിയയുടെ ഭാഗമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല, എല്ലാ പ്രേക്ഷകരും, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാം ലിറ്റിൽ ഷെഫിൽ ഒരു ദിവസമെങ്കിലും പോകണം. പിന്നെ അപ്പച്ചനെ ഒന്ന് കാണണം. അപ്പച്ചനെ കണ്ടാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി. ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ്സാണ്. ആക്ച്വലി നമ്മളൊരു പ്രോഫിറ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മളുടേതായ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് കട്ട്ലേറ്റ് എന്ന് പറഞ്ഞത്. കട്ട്ലേറ്റ് നമ്മൾ നാടൻ പണ്ട് നമ്മൾ പഴയ രീതിയിൽ കല്യാണത്തിനൊക്കെ ചെയ്തിരുന്നത് പോലെയുള്ള ഒരു മുട്ടയിലൊക്കെ മുക്കിയിട്ട് വറുക്കുന്ന ഒരു രീതിയിൽ, അത് നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റിയിൽ ചെയ്തു. ഞങ്ങൾക്കതിന് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടി.
ഇപ്പോൾ ഭംഗിയായിട്ട് പോകുന്നു. എൻ്റെ പേര് അഭിനവ്. ഞാനിപ്പോൾ PG കംപ്ലീറ്റ് ആയി. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇവിടെ അപ്പനെയും അമ്മയെയും അപ്പൂപ്പനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ബിസിനസ് പാരമ്പര്യമായി തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം.